If we try to, we can make it. But don't we ever just take. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരേ, ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഞാനും എൻ്റെ സ്നേഹിതൻ സിജുവുമായിട്ട് ഞങ്ങളൊരു ലോങ് ജേണിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ UK മാഞ്ചസ്റ്ററിലാണ്. ബ്രദർ സിജുവിൻ്റെ അടുക്കൽ എത്തുവാൻ ദൈവം സഹായിച്ചു. സിജുവിനെ ഞാൻ കാണുന്നത് 2005 നമ്മൾ തൊടുപുഴയിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നു. നമ്മൾ ആ സമയത്ത് ഒരു മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു, അല്ലേ? അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് ഒന്നും ഇല്ലാതിരുന്ന, അല്ലേ? ഒരു പ്രതീക്ഷയില്ലാതെ ഒരു സോഴ്സുകൾക്ക് നമുക്ക് വകയില്ല. അപ്പം ആ സമയത്ത് നമ്മൾ വിശ്വാസത്തിന്റെ പ്രസംഗങ്ങളെല്ലാം പ്രസംഗിക്കും. കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് വിശ്വാസത്താൽ പലതും ഡിക്ലെയർ ചെയ്യുന്നു. ലോകരാജ്യങ്ങളിൽ വെച്ച് നമ്മൾ പല ചർച്ചകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മിനിസ്ട്രി കഴിയുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രസ്താവന നമുക്ക് നടത്താൻ കഴിയുന്നില്ല, വിശ്വാസത്തോടെ പ്രസ്താവന നടത്താൻ കഴിയില്ല. അപ്പൊ അന്ന് കൂടിയിരുന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ലോകരാജ്യങ്ങളിൽ കർത്താവിനെ ഉയർത്താൻ വിവിധ സ്റ്റേജുകൾ നമ്മൾ നിർത്തും. നമ്മൾ ഒരുമിച്ച് ന്യൂയോർക്കിൽ നിൽക്കും, ഒരുമിച്ച് ലണ്ടനിൽ നിൽക്കും, കർത്താവിനെ ഉയർത്തും. അതൊക്കെ നമ്മൾ വിശ്വാസത്തോടെ പറയും. പക്ഷെ ഇത് പറയുമ്പോൾ യാതൊരു സാധ്യതകളുമില്ല, ഒരു പെർസെൻറ്റേജ് പോലും ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നാണ് അങ്ങനെ എല്ലാം വിളിച്ചു പറഞ്ഞത്. പക്ഷെ അത് 20 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ UK വരികയും ഒരുമിച്ച് ഒരു സ്റ്റേജിലെ കർത്താവിനെ ഉയർത്താനും കർത്താവ് സഹായിച്ചു. അത് ഞങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്തൂടെ പറയാനുള്ള കാര്യം, നമ്മൾ വിശ്വാസത്തോട് പറയുന്ന ഓരോ വാക്കും വൃഥാവല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. ഇപ്പൊ നമ്മുടെ ഈ ഒരു അന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞ ഡിക്ലറേഷന്റെ ഒരു ഫുൾഫിൽമെന്റ് നടന്നത് 20 വർഷത്തിന് ശേഷമാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ പറയുന്ന വിശ്വാസത്തിന്റെ ഓരോ വാക്കുകൾ ഇന്നോ നാളെയോ ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും. പക്ഷെ ഇത് മാഞ്ഞു പോകത്തില്ല. ഇത് മാറി നാളെയോ വർഷങ്ങൾക്ക് ശേഷമോ അത് സംഭവിച്ചിരിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമ്മൾ വിശ്വാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു സാധ്യതയും ഇല്ലാത്ത, നമുക്ക് ആഹാരം കഴിക്കാൻ പോലും ഒന്നും നിവൃത്തിയില്ല. ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന് അറിയില്ല. പാസ്പോർട്ട് ഒന്നില്ല, ഒരു വാഹനം ഇല്ല. ഇതൊക്കെ നമ്മള് ഭൂപടത്തിൽ പോലും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സോഴ്സുകൾ നമുക്കില്ല, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പറഞ്ഞു അങ്ങനെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു സോഴ്സുകളും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തതാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അത് മറന്നുവെങ്കിലും ദൈവം അത് മറന്നു. ദൈവം കൃത്യ സമയത്ത് അതിന്റെ ഒരു പൂർത്തീകരണം എന്ന പോലെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ UK യാത്ര ചെയ്യാനും ശുശ്രൂഷിക്കാനും. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞത് സ്മിത്ത് വിഗിൾസ്വർത്ത്, വിശ്വാസത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസം, ഇപ്പോൾ ഫെയ്ത്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചത്. വിശ്വാസത്താൽ മരിച്ചവരെ ഉയർപ്പിച്ച മനുഷ്യൻ, വിശ്വാസത്താൽ ലോകം കീഴടക്കിയ ഒരു മനുഷ്യൻ. അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇതൊരു മിത്തല്ല, കെട്ടുകഥയല്ല. ഇത് യാഥാർത്ഥ്യമാണ്. വിശ്വാസത്താൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന, വിശ്വാസത്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്താൽ നമ്മൾ പറയുന്ന സകല വാക്കിനും അതിന് ഒരു പവറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. അപ്പം അത് ആണ് സ്മിത്ത് വിഗിൾസ്വർത്തും ചെയ്തത്. അപ്പൊ അദ്ദേഹം 14 പേരെ ഉയർപ്പിച്ചെന്ന് നമ്മള് വായിക്കുന്നുണ്ട്. നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് കണ്ട് തീർച്ചയായിട്ടും അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങളെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. ഒരു സാധ്യതയും ഇല്ലാത്ത, ഒരു സോഴ്സുകളും ഇല്ലാത്ത സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. നിങ്ങളുടെ വാക്കിനൊരു പവറുണ്ട്. നിങ്ങളുടെ വാക്കില് സിജുവിന്റെ ലൈഫും കാണുമ്പോൾ എനിക്കൊരു അത്ഭുതമാണ്, അല്ലേ? ഒരു സാധ്യതയുമില്ലാത്ത എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നു, ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികളിലൂടെ നടത്തുന്നു. അപ്പം ഇത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ലയോ, ഒരു ടൂളാണത്. പക്ഷെ എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്നോ, ഈ ടൂളിന്റെ ഒരു ഉപയോഗം മനസ്സിലാവുന്നുണ്ടോ നമുക്കറിയത്തില്ല. വിശ്വാസികൾ വിശ്വാസം ഉപയോഗിക്കണം, അല്ലയോ? അപ്പം അത് വിശ്വാസത്താൽ ജീവിക്കണം, അതാണ് കാര്യം. അപ്പൊ ഞാനൊരു ഫെയ്ത്ത് ഹോമിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. നമ്മൾ വിശ്വാസ ഭവനം എന്ന നമ്മൾ പാസ്റ്റർമാരൊക്കെ ജീവിക്കുന്ന സ്ഥലത്തെ നമ്മൾ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അവർ വിശ്വാസത്താൽ ജീവിച്ചതുകൊണ്ട് അന്നത്തെ ആൾക്കാർ, വിശ്വാസികൾ ഇട്ട പേരാണ് ഫെയ്ത്ത് ഹോം. എന്തായാലും ഫെയ്ത്ത്
ഒരു ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സാധനമാണ്. വിശ്വാസം കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, രോഗികൾ സൗഖ്യമാക്കും. മനുഷ്യൻ നടക്കത്തില്ല എന്ന് പറയുന്ന സകല കാര്യങ്ങളും വിശ്വാസത്താൽ നടക്കുന്നുണ്ട്.